Bible reading by Arnold Vancouver, Australia. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യെഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി യഹൂദന്മാരുടെ രാജാവ് പറഞ്ഞവരോട്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമിലേക്ക് ഗ്രഹിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാണ് ഹെരോദ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുകയും കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്നെന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശുവിരിക്കുന്ന സ്ഥലത്തിന് മീതെ നിൽക്കുമ്പോഴും അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയായുടെ കൂടെ കണ്ട് വീട് അവരെ നമസ്കരിച്ചു. നിക്ഷേപാത്രങ്ങളെ തുറന്നവനെ പൊന്നും കുതിരിക്കും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു.